രാവിലെ തന്നെ കുറച്ച് പൊട്ടാറ്റോസൊക്കെ വിളവെടുത്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിൽ പിന്നെയും ഒരു പിങ്ക് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പതിവില്ലാണ്ട് നമ്മുടെ ഓട്കക്കുട്ടിയും വളരെ ഡീസൻ്റായിട്ട് കിടക്കുകയാണ്. സാധാരണ ഈ നേരം കൊണ്ട് ഒരു 2-3 പ്രാവശ്യം എൻ്റെ ചെടിയുടെ ഇടയ്ക്ക് കയറി 2 മാന്തൊക്കെ കൊടുക്കാറുള്ളതാണ്. എന്തായാലും പോസിറ്റീവ് വൈബല്ലേ. എന്നാൽ പിന്നെ കുറച്ച് പോസിറ്റീവ് കാഴ്ചകളൊക്കെ ആവാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒരു കുട്ടി ഗാർഡൻ ടൂറായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ ഒരു കുഞ്ഞ് ക്ലൈംബർ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് വളർന്ന് കയറി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് കാത്തിരുന്നതാണ്. ഇവിടെ ഒരു കോളിഫ്ലവർ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഇല പോലും ഒരു പുഴുക്കുത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഇത് പൂക്കാറായപ്പോഴത്തേക്ക് എവിടെ നിന്നാന്ന് അറിയത്തില്ല, ടീമായിട്ട് വന്നിട്ടായിരുന്നു ആക്രമണം. ഇപ്പം ഇതിൽ ഒരു ഇല പോലും ഇല്ലാതെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പൂവിന് പ്രത്യേകിച്ച് ഒരു പിങ്ക് കളറൊക്കെ കാണുന്നുണ്ട്. ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അത് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ടില്ല, സംഭവം പൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവും അതുപോലെ തന്നെ കാത്തിരുന്ന് കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ മാങ്ങ തന്നെ ദേ താഴേക്ക് ചാടി വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കണ്ണിമാങ്ങയായാലും അതും ഞങ്ങൾക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. സംഭവം ഞങ്ങളങ്ങനെ 4ആയിട്ട് മുറിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാനും എൻ്റെ സൽപുത്രനും കൂടി പതുക്കെ അതിനങ്ങോട്ട് തട്ടി.